സാമ്പത്തികമായി ഭദ്രതയ്ക്ക് സഹായിക്കുന്ന ബീവറേജ് കോർപ്പറേഷനെ 300 കോടിയുടെ നഷ്ടത്തിലാക്കിയതായി ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC. കഴുത്തറപ്പൻ നികുതികൾക്ക് പുറമെ ഗാലനേജ് ഉൾപ്പെടെയുള്ള അമിത നികുതി ഭാരം ചുമത്തിയാണ് സംസ്ഥാന സർക്കാർ കോർപ്പറേഷനെ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നത്. ബെവ്കോയിൽ നടക്കുന്നത് അപരിഷ്കൃത പരിഷ്കാരങ്ങളാണെന്നും ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5 പൈസയായി വർഷങ്ങളോളം എക്സൈസിൽ അടച്ചുകൊണ്ടിരുന്ന, അതായത് ഒരു വർഷം 126 കോടിക്ക് അകത്ത് നിന്ന ഒരു തുക ഇന്ന് ബിവറേജ് കോർപ്പറേഷൻ 250 കോടി രൂപയോളം ഒരു സാമ്പത്തിക വർഷം അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. 2024-25 IMFL മാത്രമായി 203 കോടി രൂപ ബിവറേജ് അധികമായി ഗവൺമെന്റിലേക്ക് അടച്ചു. 127.5 കോടി രൂപയാണ് 2024-25 സാമ്പത്തിക വർഷം ഓഡിറ്റ് പൂർത്തിയായപ്പോൾ ബെവ്കോയുടെ ലാഭവിഹിതം. 203 കോടി രൂപ ഗാലനേജ് ഫീയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് അടയ്ക്കേണ്ടി വന്നപ്പോൾ ബിവറേജ് കോർപ്പറേഷൻ 70 കോടി രൂപയോളം ആ വർഷം തന്നെ നഷ്ടത്തിലായി എന്ന ഒരു സത്യം നിങ്ങൾ അറിയുക. 11ാം ശമ്പള പരിഷ്കരണം, ക്ഷാമബത്ത കുടിശ്ശിക വിതരണം, ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ തൊഴിലാളി വിരുദ്ധ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാരിന് പുറമെ മാനേജ്മെന്റും തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടുകളുമായാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ഷോപ്പുകളും വെയർഹൌസും ആരംഭിക്കാൻ അനുമതി നൽകിയ സർക്കാർ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാൻ അനുമതി നൽകുന്നില്ല. അധിക ജോലിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വേതനം വെട്ടിക്കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്തത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റം സ്ത്രീ തൊഴിലാളികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ബെവ്കോയിൽ നടക്കുന്ന അപരിഷ്കൃത പരിഷ്കാരങ്ങളാണ്. ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് 2 ദിവസങ്ങളിലായി പാലക്കാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം രൂപം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പാലക്കാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ മാർച്ച് 1 നടക്കുന്ന സമ്മേളനം മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. രാവിലെ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് TU രാധാകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും. DCC പ്രസിഡന്റ് തങ്കപ്പൻ മുഖ്യപ്രഭാഷണവും VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായും പങ്കെടുക്കും. നേതാക്കളായ C ചന്ദ്രൻ, സുമേഷ് അച്യുതൻ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന സംഘടനാ ചർച്ചയ്ക്ക് ശേഷം വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസിന്റെയും INTUCയുടെയും നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് MC സജീവൻ, ജില്ലാ പ്രസിഡന്റ് തൃപ്പാളൂർ ശശി, S സൂര്യപ്രകാശ്, സബീഷ് കുന്നങ്ങോത്ത്, ഹക്കീം K മോഹനൻ എന്നിവരും പങ്കെടുത്തു.